ഇടുക്കിയിൽ ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലെ വെളിച്ചെണ്ണയിലൂടെ 60-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധ. ആദിവാസികൾക്ക് വിതരണം ചെയ്തത് സർക്കാർ 2018-ൽ നിരോധിച്ച പട്ടികയിൽ ഉൾപ്പെട്ട കേര സുഗന്ധി എന്ന വെളിച്ചെണ്ണ. ആദിവാസികൾക്ക് സർക്കാർ മഴക്കാല ഭക്ഷ്യസഹായം വിതരണം നടത്തിയ കിറ്റിലെ വെളിച്ചെണ്ണയിൽ പപ്പടം പാകം ചെയ്തെടുക്കാൻ കഴിയാത്ത കാഴ്ചയാണിത്. ഇതുവരെ 60-ലേറെ പേർ ഛർദിയും വയറിളക്കവും മൂലം ആശുപത്രിയിൽ ചികിത്സ തേടി. 2018-ൽ സർക്കാർ തന്നെ നിരോധിച്ച വെളിച്ചെണ്ണ പാക്കറ്റുകളാണ് ആദിവാസികൾക്ക് വിതരണം ചെയ്തത്. 15 ദിവസം മുൻപാണ് 13 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകൾ ഊരുകളിൽ വിതരണം ചെയ്തത്. ഇടുക്കി ജില്ലയിലെ മൂലക്കാട്, വെണ്ണിയാനി, കട്ടിക്കയം, പെരുമ്പാമ്പതി, ഉപ്പുകുന്ന്, കള്ളിക്കൽ, പെരിങ്ങാശ്ശേരി, ഗുരുതിക്കളം തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. കിട്ടി ഞങ്ങളത് ഉപയോഗിച്ച് എണ്ണ ഇല്ലായിരുന്നു. അപ്പോൾ എണ്ണ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചു. ഫസ്റ്റിൽ ഇവിടുത്തെ മോക്ക ഛർദി ഉണ്ടായി. അവളെയും കൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫുഡിൻ്റെ ആണെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് ആഹാരം കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ആരും പുറത്തുനിന്ന് ആരും ആഹാരം കഴിച്ചില്ല, എന്നിട്ട് ചോറ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ടു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ഛർദിയായി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സാധാരണ വേറെ അണക്കവും ഒഴിച്ചിലൊക്കെ ഉണ്ടാകുന്നതാണ്, ഛർദിയൊക്കെ ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കണക്കൂട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ ഈ എണ്ണയുടെ കുഴപ്പമാണെന്നുള്ളത് മനസ്സിലാകുന്നത്. വിതരണം ചെയ്ത വെളിച്ചെണ്ണ കിറ്റുകളുടെ ബോക്സിൽ നൽകിയ മൊബൈൽ ഫോൺ നമ്പറാകട്ടെ വ്യാജവും. ഗുണമേന്മ നോക്കാതെയാണ് വെളിച്ചെണ്ണ പാക്കറ്റുകൾ വിതരണം ചെയ്തതെന്ന് ആദിവാസി ഏകോപന സമിതി കുറ്റപ്പെടുത്തി. വന്ന എണ്ണയുടെ പാക്കറ്റിൽ ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പം കിട്ടുന്നില്ല. നോക്കിയപ്പോഴാണ് 9 അക്കമുള്ളൂ. അതാണ് ഇത് ഒറിജിനൽ അല്ല വ്യാജനാണെന്ന് കൂടുതലും മനസ്സിലാകാനും കാരണം. എൻ്റെ ഊരിൽ, ഞാൻ മൂലക്കാട് ഊരിലാണ്, ഊര് മൂപ്പനും കൂടെയാണ്. ആ ഊരിൽ ഏതാണ്ട് 5-6ഓളം വീട്ടുകാർക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും വെളിയെ വിട്ടില്ല, ഇതാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് ഉദ്യോഗസ്ഥരും ആദിവാസി ഏകോപന സമിതിയും എണ്ണയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിതരണം ചെയ്ത എണ്ണ പാക്കറ്റുകൾ തിരികെ വാങ്ങി മറ്റൊന്ന് വിതരണം ചെയ്യുമെന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് ആദിവാസി ഏകോപന സമിതി പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.